രക്തപ്പഴി ഒഴുകുകയും AD 135 ഹഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്ത് ജൂപ്പിറ്റർ ദേവന്റെ ക്ഷേത്രം യെരുശലേം ദൈവാലയം നിന്ന തറയിൽ ഉയരുകയും അവരിൽ ഒരുത്തൻ പോലും ആ മണ്ണിൽ തിരിച്ചു കാല് കുത്തരുതെന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ നിന്ന് അവരെ ബഹിഷ്കരിക്കുകയും 2.5 മണിക്കൂർ കൊണ്ട് 5.5 ലക്ഷം യഹൂദന്മാരെ കൊന്നുകൂട്ടുകയും ചെയ്ത ചരിത്രത്തോടുകൂടെ നമ്മുടെ നാട്ടിൽ അതെ മട്ടാഞ്ചേരിയിൽ എറണാകുളത്തും അവർ എത്തിച്ചേർന്നു. 4 പാടേക്കും അവർ ചിതറിപ്പോയി. അങ്ങനെ ഉണങ്ങിപ്പോയ യഹൂദനാകുന്ന വടവൃക്ഷം ചരിത്രത്തിൽ ഇല കൊഴിഞ്ഞ ഹിമകാല വൃക്ഷങ്ങളെ പോലെ നിൽക്കുകയും ചരിത്രത്തിന്റെ പ്രത്യേക ഘട്ടം വരുമ്പോൾ അവൻ ഇല തളർത്ത് ഉയരുന്നത് കൃപ പ്രാപിച്ച ദൈവമക്കൾ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ നാം നിത്യ വീട്ടിലെത്താൻ സമയമായി എന്ന് ഗ്രഹിച്ചുകൊള്ളണമെന്നുള്ള വചനരേഖ മനസ്സിലാക്കുമ്പോൾ ചരിത്രം അല്പം എന്റെ ശ്രോതാക്കൾ ഗ്രഹിക്കണം. Following the crucifixion of Jesus Christ, when the Jewish people were devastated from the land of Palestine, especially in the year of AD 70 and then the year of 135, and during the Second World War, when millions and billions of Jewish people had been devastated from the surface of the world. But I tell you, after 1917, the Lord worked in such a way for them to come back to Jerusalem. There was a time when they were standing like a fig tree with no leaf in it, but thereafter leaves began to come back to the fig tree. That tells you that the coming of the Lord is so close by. Let us lift the Lord and praise God. With more loudly. I will like to request you to understand that matter very quietly tonight. There happened the First World War from 1917 and the Second World War from 1939 to 1945 in world history. ഒന്നാം ലോക മഹായുദ്ധത്തിൽ 100 ലക്ഷം ആളുകളും രണ്ടാം ലോക മഹായുദ്ധത്തിൽ 550 ലക്ഷം ആളുകൾ 5.5 കോടി പേരും ലോകത്തോട് യാത്ര പറഞ്ഞു. During the First World War 1 million people and the Second World War 5.5 billion people said goodbye to this world. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നാം കാലൂന്നി നിൽക്കുന്ന ബ്രിട്ടന്റെ നേതൃത്വത്തിൽ 25 ലോകരാഷ്ട്രങ്ങൾ അടിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ സൗത്ത് അമേരിക്കയിലെ ചിലി എന്ന പ്രദേശത്തു നിന്നും ആയുധം അഥവാ സ്ഫോടക വസ്തു അഥവാ വെടിമരുന്ന് ശേഖരിക്കേണ്ട പശ്ചാത്തലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളുടെ മുനമ്പുകൾ മുഴുവൻ ജർമ്മനി മുങ്ങിക്കപ്പലുകളോടെ കൈവശമാക്കിയതോടുകൂടെ ഈ മണ്ണ് പരാജയത്തിന്റെ നെല്ലിപ്പലകയിലേക്ക് 1917 നീങ്ങുകയായിരുന്നു. During 1917, when Britain was leading the First World War with 25 nations behind it, there came a situation that they had to collect explosives from Chile in South America, but they found that all the ports through which they had to travel had been in the hands of Germany, and now Britain found that it was going to collapse in the First World War. മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ രസതന്ത്ര പ്രൊഫസറായിരിക്കുന്ന VS മാനൻ യഹൂദശാസ്ത്രജ്ഞനോട് ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് വായുവിൽ നിന്ന് നൈട്രജൻ ഖനീഭവിപ്പിച്ച് അത്യുഗ്ര സ്ഫോടക ശേഷിയുള്ള സ്ഫോടക വസ്തു യുദ്ധമേഖലയിൽ എത്തിച്ചു കൊടുക്കുന്ന രസതന്ത്ര സംവിധാനം കണ്ടുപിടിച്ച് യുദ്ധം വൻ വിജയത്തിൽ കലാശിച്ചപ്പോൾ ഈ രാജ്യത്തിന്റെ പാരിതോഷികമായി പലസ്തീന്റെ മണ്ണ് യഹൂദന് നൽകുവാൻ ബാൽഫർ വിളംബരം ബ്രിട്ടീഷ് പാർലമെന്റ് ഒപ്പുവെച്ചു. When Weizmann, the chemistry professor of the Manchester University, was asked by the Prime Minister of Britain to find out another way in which explosives could be developed, he was able to do it, and consequently Britain was able to win the war, and as a result of it Britain agreed to give him the permission to found the Jewish nation in Palestine. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, 1917 നവംബർ മാസം 9-ാം തീയതി ഒരു വെടി പോലും പൊട്ടിക്കാതെ ഒരു തുള്ളി ചോര ചിന്താതെ ഒരു ക്രിസ്തീയ യഹൂദനായിരിക്കുന്ന അല്ലംബിയുടെ നേതൃത്വത്തിൽ 400 വർഷക്കാലം അടിമത്വത്തിലാക്കി വെച്ചിരുന്ന ആ മണ്ണിൽ നിന്നും തുർക്കികളെ തുരത്തിക്കൊണ്ട് ആ മണ്ണ് വിടുവിച്ചെടുത്തപ്പോൾ അവിടെയുള്ള എണ്ണ കിണറുകളിൽ കണ്ണുവെച്ചുകൊണ്ട് പലസ്തീൻ നാട്ടിലേക്കുള്ള യഹൂദന്റെ പ്രവേശനം ബ്രിട്ടന്റെ ആധിപത്യത്തിൽ നിയന്ത്രണം വരുത്തുകയും അവർക്ക് അവിടേക്കുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്തു എന്ന് വസ്തുത ഗ്രഹിക്കുമ്പോൾ അവർ ചെയ്ത നടപടിക്രമത്തിൽ യഹൂദനോട് മര്യാദയായി പെരുമാറിയില്ല എന്ന വസ്തുതയാണ് ചരിത്രം തെളിയിക്കുന്നത്. You should also understand in 1917 under the leadership of Alan B, when Palestine was caught by Israel,
without a gunshot, the British nation found that there were so many oil wells in it. Therefore, Britain didn't want to give complete freedom for a Jewish nation in the land of Palestine. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മനസ്സിലാക്കണം, ഇന്നേക്ക് 26 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ ഈ മണ്ണിലേക്ക് അവൻ കയറിപ്പോകുമ്പോൾ അതിന് പശ്ചാത്തലം ഒരുക്കുന്ന 2 സംഭവങ്ങളുടെ പ്രതീകാത്മക പ്രയോഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നിങ്ങളൊന്ന് വായിച്ചു കേട്ടിട്ട് ചരിത്രം കൂടെ ഗ്രഹിച്ചിട്ട് കാലം എവിടെ വരെയായി എന്ന് ഓർത്ത് സ്തോത്രം ചെയ്യണം. In Jeremiah chapter 16, the Lord has given 2 symbolical incidents that would be paving the way for the coming of the people of God in the land of Israel 2600 years ago. വേഗം വായിച്ചാൽ യിരെമ്യാ പ്രവചനം 16-14 മുതൽ 16 വരെ വേഗം വായിച്ചാൽ Jeremiah 16:14 onwards. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്നിനി പറയാതെ ഇസ്രായേൽ മക്കളെ വടക്കേ ദേശത്തു നിന്ന് താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. ലോക ചരിത്രത്തിന്റെ മേഖലയിൽ എവിടൊക്കെ ചിതറിക്കിടന്നിട്ടുണ്ടോ ആ മണ്ണിൽ നിന്ന് അവൻ മടങ്ങി വാഗ്ദത്ത ദേശത്തിലേക്ക് വരുമെന്നാണ് ബൈബിൾ പ്രവചനം. അടുത്ത പ്രയോഗം. Biblical prophecies say that wherever the people of Israel have been scattered from all those places, God would be bringing them back to the land of Israel. അടുത്ത പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് അവരെ വീണ്ടും കൊണ്ടുവരും. അടുത്ത പ്രയോഗം. നിങ്ങൾ 2 വാക്കുകൾ ഗൗരവമായി ശ്രദ്ധിക്കണം. പലസ്തീന്റെ മണ്ണിലേക്ക് അവൻ തിരിച്ചു കയറുവാൻ രാഷ്ട്രീയ പശ്ചാത്തലം ഒരുക്കപ്പെടുമ്പോൾ 2 പ്രത്യേക ഉപമാന പദപ്രയോഗങ്ങൾ ആ ജനതയോട് ബന്ധപ്പെട്ട് എങ്ങനെ നിവർത്തിയായി എന്ന് മനസ്സിലാക്കുമ്പോൾ നാം ഏത് കാലത്ത് നിൽക്കുന്നുവെന്ന് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും. വായിച്ചാട്ടെ. 1, ഞാൻ മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടിക്കും. മീൻപിടുത്തക്കാർ വല വീശുന്നത് കരയ്ക്കല്ല, കടലിലാണ്. ഈ കടൽ ജനസമുദായ കടലാണ്. അതുകൊണ്ട് തന്നെ വെളിപ്പാട് പുസ്തകം 17:15 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ കണ്ട വെള്ളം വംശങ്ങൾ, പുരുഷാരങ്ങൾ, ജാതികൾ, ഭാഷക്കാരാണ്. ലോക ചരിത്രത്തിലെ വംശ, ജാതി, ജനത, പുരുഷാരങ്ങൾക്ക് നടുവിൽ ചിതറിക്കിടക്കുന്ന ഈ ജനതയെ വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന മീൻപിടുത്തക്കാരെ പോലെ ദൈവം ചരിത്രത്തിൽ അവരുടെ സമ്മതം കൂടാതെ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് വലിച്ചടുപ്പിക്കും എന്നതാണ് 1-ാമത്തെ പ്രയോഗം. 2-ാമത്തെ പ്രയോഗം വായിച്ചാട്ടെ. ശ്രദ്ധിക്കുക, ഇവർ വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങി ചെല്ലാൻ സമയമെടുക്കുമ്പോൾ 2ാമത് ഇടപെടുന്നത് ഞാൻ അനേക നായാട്ടുകാരെ വരുത്തും. കണ്ടോ, പലസ്തീന്റെ മണ്ണിലേക്ക് യഹൂദൻ മടങ്ങി വരുന്ന രാഷ്ട്രീയ പശ്ചാത്തലം സംഭവിക്കുമ്പോൾ സ്വമനസ ആയിരിക്കില്ല. മറ്റുള്ളവരുടെ പ്രേരണ എന്നതുപോലെ പാറപ്പിളർപ്പുകളിൽ നിന്ന് വെടിവെപ്പുകാർ ഒരു മൃഗത്തെ ആട്ടി ഇറക്കുന്ന പ്രതീതിയിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവരെ ആട്ടി ഇറക്കിയിട്ടാണ് ഈ മണ്ണിലേക്ക് അവർ കുടികയറുന്നതെന്ന് എഴുതി വെച്ച വചനം വിശ്വസിക്കുന്ന ദൈവമക്കൾ ചരിത്രം കേൾക്കുമ്പോൾ സ്തോത്രം ചെയ്യാതിരിക്കില്ല. See what the prophetic word is saying. It is even if not willingly, the Lord will be forcefully driving out every Jewish man and woman from the place where he has been like a hunter hunting an animal. The Lord will be hunting them after, or like the fisherman fishing the fish, the Lord will be fishing them from all the corners of the world and will be forcefully bringing them back to the land of Israel. നിങ്ങൾക്കറിയാമോ, ഈ ദേശം ഉപ്പുവെള്ളം കയറി ഇവിടുത്തെ പ്രകൃതി തകിടം മറിഞ്ഞ് കാലാവസ്ഥയ്ക്ക് മാറ്റം വന്ന് ഇത് മരുഭൂമിയായി കിടന്ന പശ്ചാത്തലത്തിൽ അവിടേക്ക് കയറിപ്പോകാൻ അവർ ഒരിക്കലും മാനസികമായി താല്പര്യമില്ലായിരുന്നു. You know, there was a time when the land was under the sea and all the land was covered with sea water, and the people of Israel were not willing to go back to the land of Israel. ശ്രദ്ധിക്കുക. എന്നാൽ ചരിത്രത്തിന്റെ പ്രത്യേക ഘട്ടമെത്തിയപ്പോൾ ലോകവ്യാപകമായി ദേശീയ ബോധം അന്തരിച്ചു. But when there was a particular period in history and there was sense of nationalism developing the world all over. ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങുകയാണ്. ലോകവ്യാപകമായി ദേശീയവാദം അങ്കുരിച്ച കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരാൻ. Well, I'm going to give an example to make sure that there was a time when nationalism became developed in the world all over. 1945 ഇന്ത്യ സ്വതന്ത്രമായി. 1945 India became free. 47 പാകിസ്ഥാൻ സ്വതന്ത്രമായി. 1947 Pakistan became free. 48 ബർമ സ്വതന്ത്രമായി.
സ്വതന്ത്രമായി. 1948, Burma became free. 48 സിലോൺ സ്വതന്ത്രമായി. 1948, Ceylon became free. 50 വിയറ്റ്നാം സ്വതന്ത്രമായി. 1950, Vietnam. 56 സുഡാൻ സ്വതന്ത്രമായി. 56, Sudan. 60 നൈജീരിയ സ്വതന്ത്രമായി. 60, Nigeria. 57 ഗാന സ്വതന്ത്രമായി. 57, Ghana. 57 മലയ സ്വതന്ത്രമായി. 57, Malaya. 61 സൈപ്രസ് സ്വതന്ത്രമായി. 61, Cyprus. 62 ഗ്രീൻലാൻഡ് സ്വതന്ത്രമായി. 69, and Greenland. 62 ഉഗാണ്ട സ്വതന്ത്രമായി. 62, Uganda. 63 കെനിയ സ്വതന്ത്രമായി. 63, Kenya. 49 ചൈന റിപ്പബ്ലിക്കായി. 49, China became a republic. ഞാൻ എന്തിനാണ് ഈ റിപ്പോർട്ട് വായിച്ചത് നിങ്ങൾക്കറിയാമോ? Do you know why I read this report?